ഇനിയാണ് എന്റെ ഷോ. മഞ്ജു വാര്യർക്കെതിരെയാണ് ഇന്ന് കോടതി വളപ്പിൽ ദിലീപ് തുറന്നടിച്ചത്. ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. സോറി. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. പക്ഷേ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. നിങ്ങളുടെ കേസ് ഒന്ന് ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. കേസ് ചാർജ് ചെയ്യാനോ? അതെ. നമുക്ക് സെൻട്രൽ ജയിലിൽ ഇതുപോലെ ഒരേ മുറി തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. പട്ടി. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് നമ്മളെയാണല്ലോ മച്ചമ്പി. അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാനിത് വിശ്വസിക്കില്ല. ഞാനിതൊന്നും കണ്ടില്ല. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. എന്നെ അവൻ തോപ്പിക്കാൻ നോക്കുന്നത് എന്റെ അടുത്ത് അവന്റെ വാശി. എടാ, പുതിയ പുതിയ വാശികൾ ഓരോ ദിവസവും ഉണ്ടാക്കി ജയിച്ച് രസിച്ച ശ്രീകൃഷ്ണൻ ഇത്രയും കാലം ജീവിച്ചത്. അതിപ്പോ പറയാൻ കഴിയില്ല. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് കിടന്നെന്ന് ഉറങ്ങണം.